നമസ്കാരം, ഏവർക്കും പുതുവത്സരാശംസകൾ. നമുക്കിന്ന് പ്ലം കേക്ക് പ്രഷർ കുക്കറിൽ തയ്യാറാക്കി നോക്കാം. പ്ലം കേക്ക് തയ്യാറാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൈദ, പഞ്ചസാര, മുട്ട, ബ്രൗൺ ഷുഗർ, ഡ്രൈ ഫ്രൂട്ട്സ്, ഉപ്പ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഓറഞ്ച് ജ്യൂസ്, ജിഞ്ചർ പൗഡർ, ഏലക്ക, ഗ്രാമ്പു, പട്ട, ജാതിക്ക, ഇതെല്ലാം കൂടെ പൊടിച്ച മിക്സ്, വാനില എസൻസ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പ്ലം കേക്കിനായിട്ട് ഉപയോഗിക്കാൻ എടുത്തു വെച്ചത്. നമുക്കിനി കേക്കിന് ആവശ്യമായിട്ടുള്ള കാരമൽ തയ്യാറാക്കാം. നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഒന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ കാരമൽ സിറപ്പിൽ നിന്ന് ഒരു 1/2 കപ്പ് സിറപ്പ് നമ്മൾ മാറ്റി വയ്ക്കാം. ഒരു ബാക്കിയുള്ള സിറപ്പിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം ഇടേണ്ടതായിട്ടുണ്ട്. ആദ്യം കിവി ഇട്ട് കൊടുക്കുക, ചെറി ഇട്ട് കൊടുക്കുക, ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുക, കറുത്ത മുന്തിരി, വെളുത്ത മുന്തിരി, ഇതെല്ലാം ഞാനൊരു 100 ഗ്രാം വീതമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമുക്കിനി കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മൈദ അരിച്ച് മാറ്റാം. ഒരു 1.5 കപ്പ് മൈദ, 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ, 1/2 സ്പൂണ് ഏലക്ക, പട്ട, ഗ്രാമ്പു, ജാതിക്ക, ഇതെല്ലാം കൂടെ പൊടിച്ച മിക്സാണ്. ഒരു 1/2 സ്പൂണ് ജിഞ്ചർ പൗഡർ. നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കാം. ഇത് അരിക്കുമ്പോൾ നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്ത എല്ലാ സാധനങ്ങളും ഇത് നല്ല രീതിയിൽ മിക്സാവും. ഈ അരിച്ച മൈദ നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ മൈദ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 4 മുട്ട ബീറ്റ് ചെയ്യാം. 1/4 കപ്പ് ബ്രൗൺ ഷുഗർ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത് മാറ്റി വെച്ചിരുന്ന കാരമൽ സിറപ്പ് ഒരു 1/2 കപ്പ്, ഒരു 1/4 കപ്പ് ബട്ടർ, അതും ഇതുപോലെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മുട്ട നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ച 1/2 കപ്പ് മൈദ 1.5 കപ്പിൽ നിന്ന് മാറ്റി വയ്ക്കും. ഇനി നമുക്ക് ഈ 1 കപ്പ് മൈദ കുറേശ്ശെ ഈ മിക്സിലോട്ടിട്ട് ഒരു വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി കട്ട് ചെയ്തത്, ചെറിയ പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്, അത് ഇതിലോട്ട് ഒരല്പം ഉപ്പ് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. കാരമൽ സിറപ്പിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒരു 1/4 കപ്പ് ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച 1/2 കപ്പ് മൈദ ഇതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സും മൈദയായിട്ട് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ബാറ്ററിലോട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. 7 ഇഞ്ച് സൈസിലുള്ള ഒരു കേക്ക് ടിന്ന് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഒരു ബട്ടർ പേപ്പർ കേക്ക് ടിന്നിൻ്റെ സൈസിൽ കട്ട് ചെയ്ത് വെച്ച് ഈ പാത്രത്തിനകത്ത് ഒരല്പം ബട്ടർ അതിൻ്റെ എല്ലാ ഭാഗത്തും ആവത്തക്ക രീതിയിൽ ബട്ടർ തേച്ച് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബട്ടർ പേപ്പർ നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് വെച്ച് ചേർത്തങ്ങ് വെച്ച് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ കംപ്ലീറ്റും ഇതിൽ നിന്ന് ഇതുപോലൊരു സ്പാച്ചുല ഉപയോഗിച്ച് നല്ല രീതിയിൽ വടിച്ച് ഇതിനെ കംപ്ലീറ്റ് നമുക്ക് ഇതിലുള്ള എയർ ഹോൾസുകളെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഒരു 3-4 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്യും. നമുക്ക് ഈ നട്ട്സ് ഇതിൻ്റെ മേളിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മളൊരു പ്രഷർ കുക്കർ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പ്രീ ഹീറ്റായി നിൽക്കുകയാണ്. അതിലോട്ട് നമുക്ക് ഈ ബാറ്ററിനെ എടുത്ത് അകത്തോട്ട് വയ്ക്കാം. കുക്കറിനകത്ത് ഒരു റിങ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ ബാറ്റർ വയ്ക്കേണ്ടത്. കുക്കർ നല്ല ചൂടായി നിൽപ്പുണ്ട്. ഫുൾ
ഫ്ലെയിമിലാണ് വച്ചിട്ടുള്ളത്. 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ. ഇനി അതുപോലെ ഒരു 20 മിനിറ്റോളം ഈ കേക്കിൻ്റെ ബാറ്റർ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇരുന്നതിന് ശേഷം പിന്നെ 25 മിനിറ്റ് സിമ്മിൽ വയ്ക്കണം. നമുക്കിനി ഇതിനെ കുക്കറിൽ നിന്ന് പുറത്ത് എടുക്കാം. നല്ല ചൂടുണ്ട്. അതിൻ്റെ 4 സൈഡും വിട്ട് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരു 3 മണിക്കൂറെങ്കിലും ഇരുന്ന് ഫാനിൻ്റെ മൂട്ടിലോ അങ്ങനെ എന്തെങ്കിലും വച്ച് ഇതിനൊന്ന് തണുപ്പിച്ചതിന് ശേഷമേ നമുക്കിത് ഇളക്കിയെടുത്ത് കട്ട് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ കേക്ക് തണുക്കാൻ വെച്ച ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു 2 മണിക്കൂറിൽ കൂടുതലായി. അത്യാവശ്യം ചൂടൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ടിന്നിൽ നിന്നും പുറത്തോട്ട് എടുക്കാം. ഇങ്ങനെ ഫുള്ളൊന്ന് ചുറ്റി കൊടുത്തിട്ട് നല്ല രീതിയിൽ എല്ലാ സൈഡും ഒരേ ആ ബട്ടർ പേപ്പർ പതുക്കെ അങ്ങ് ഇളക്കിക്കളയാം. അങ്ങനെ നമ്മുടെ കുക്കർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കറിലുണ്ടാക്കിയ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് ആയിട്ടുള്ള, ഓവനിൽ അല്ലാതെ കുക്കറിലാണ് നമ്മൾ ചെയ്തതെങ്കിലും നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ചെറിയ ഒരു ചിലവ് ഇങ്ങനെ ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളൂ. നമ്മൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കി എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ.